എന്നെ പോലെ ഡെയിലി ഓടണം, ബോഡിയിലെ വയറ് കുറയൂ. താൻ തന്നെ കാര്യം നോക്കൂ. പറ്റോണ്ട് ഇറങ്ങിയിരിക്കുക, ഓരോ അവർ എക്സസൈസും ചെയ്യത്തില്ല. അവന്റെ കാര്യം നോക്കിയാ പോരാ, വയറ് കുറക്കാൻ വേണ്ടി നിൽക്കുന്നു. എന്തൊരു പാടാ, നല്ല വെച്ച് വേസ്റ്റ് കൊണ്ട് കളയണമെന്നുണ്ടെങ്കിൽ. ഇങ്ങോട്ട് വാ. ഇത്ര പെട്ടെന്ന് തന്റെ വയറ് കുറഞ്ഞ? താനല്ലേ പറഞ്ഞ ഓടിക്കഴിഞ്ഞാൽ വയറ് കുറയെന്ന് പറഞ്ഞു. ഞാനൊരു റൗണ്ട് ഓടി, എന്റെ വയറ് കുറഞ്ഞു കണ്ടില്ലേ? ഞാൻ 1 മാസം കൊണ്ട് ഓടാൻ എന്നിട്ട് എന്റെ വയറ് കുറയുന്നില്ലല്ലോ. അതെന്നാന്നറിയോ? എങ്ങനെ ഓടിയത് കാണിച്ച്? ഞാൻ ഇങ്ങനെ ഓടും. അങ്ങനെയല്ല, പിന്നെ വയറ് കുറയണമെന്നുണ്ടെങ്കിൽ വേറെ റൂട്ടിലാണോ ഓടാൻ? പറഞ്ഞു തരണ്ടേ ഇതൊക്കെ? ഇങ്ങനെ ഓടിയെങ്കിൽ മാത്രമേ ഈ വയറ് കുറയത്തുള്ളൂ. ഇങ്ങനെ അങ്ങനെ, അതായത് ഇങ്ങനെ ഇടിച്ചു കൊള്ളണം. ഇങ്ങനെ വയറിലിടിക്കണം. അങ്ങനെ പോകും. ഓരോരുത്തർ ഒരു കോല കെട്ടാൻ വേണ്ടി രാവിലെ ഇങ്ങനെ ഇറങ്ങിക്കോളൂ. എന്ത് ചെയ്യുന്നു? ഓട്ടോറിക്ഷ എങ്ങാനും വരുവായിരുന്നു, പോവായിരുന്നു വീട്ടിലോട്ട്. ഐശ്വര്യമുള്ള മുഖം. ഇതെന്നാ വലിയ കണ്ണാണോ തന്റെ? മുഖം നോക്കി ലക്ഷണം പറയും. മുഖം നോക്കിയില്ലെങ്കിലോ? പറയത്തില്ല. എന്നാ പിന്നെ കുഴപ്പം. അവിടെ നിൽക്കൂ. വളരെ നാളുകളായിട്ട് താങ്കളെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു ഭാരം താങ്കൾ ഇറക്കി വെച്ചില്ലേ? ദൈവം, ഇനി വേസ്റ്റ് കളഞ്ഞാൽ ഈ പുള്ളി അറിഞ്ഞു. പെങ്കട വിവാഹം നടന്നില്ലേ? പിന്നെ മുഖം നോക്കിയും കൈ നോക്കിയും എന്തും പറയും. ഒന്നും പറയണ്ട, ചുമ്മാതിരിക്കാവോ? അതല്ല, ഇനി എന്ത് നടക്കാൻ പോകുന്നു, താങ്കളുടെ ജീവിതത്തിൽ എന്ത് നടക്കാൻ പോകുന്നു, ഇപ്പോൾ എന്ത് നടക്കാൻ പോകുന്നു, അങ്ങനെ പലതും കൈ നോക്കി മുഖം നോക്കി ഞാൻ പറയും. ആണോ? ഇപ്പൊ നടക്കാൻ പോകുന്നത് എന്നാന്ന് എനിക്കറിയാൻ പറ്റുമോ? എനിക്കറിയാൻ പറ്റും. തല്ലിയത് ഇപ്പൊ തനിക്കൊട്ടൊരു തല്ല് കിട്ടും സ്വപ്നത്തിൽ പോലും വിചാരിച്ചോ? ഇല്ല. പിന്നെ താൻ എന്നാ കിടങ്ങും പറയുന്ന പറഞ്ഞ പോടാ വരുന്നുണ്ട്. ഇതെന്താ പ്രണയലേഖനമോ? എന്തായാലും ഇവിടെ എഴുതാൻ കൊള്ളാം. എന്തായാലും വായിച്ചു നോക്കാം. എന്റെ പ്രണയമേ, നിനക്കായി വേഴാമ്പലിനെ പോലെ ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി. നമ്മൾ ഒന്നിക്കുന്ന സുദിനം വന്നു ചേർന്നിരിക്കുകയാണ്. ഇന്നു മുതൽ ഞാൻ നിന്റെയാണ്, നീ എന്റെയും. രാവിലെ ഞാൻ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കും. 7 മണിക്ക് ഞാൻ ഇവിടെ ഉണ്ടാകും എന്ന് സ്വന്തം. ഇത് എനിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും എഴുതിയതാണ്. ഇപ്പോ എനിക്ക് വയ്യ, എനിക്കറിയില്ല. ഹലോ ഹലോ ഗ്രീഷ്മ, ഞാൻ പറയുന്ന കേക്ക്. ഒന്നും പറയണ്ട. ഞാൻ 2 തവണ വിളിക്കുന്നു. ഞാൻ ലെറ്റർ എഴുതിയതിന് മറുപടി എവിടെ? എടാ, ഞാൻ മറുപടി എഴുതിക്കൊണ്ടിരിക്കുക, ഓഫീസിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന്. നിങ്ങൾ എഴുതാൻ ഉറപ്പാണോ? എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എഴുതിയത് എന്താ? ഞാൻ എന്റെ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് കൊണ്ട് എഴുതിയതാണ്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കളിച്ചോ? മോളെ, ഞാൻ പറഞ്ഞ എനിക്കൊരു വേറെ കോള് വരും. നീ കട്ടി. എടാ, എന്റെ ഓഫീസ് ടേബിളിൽ ഇരിക്കുന്ന പേപ്പറുകൾ എന്തിനാണ് ശ്രദ്ധിക്കാഎടുത്ത് കളയുന്നത്? നമ്മുടെ ഓഫീസിലെ സ്റ്റാഫിന്റെ ഗ്രീഷ്മ അവിടെ കൈ മുറിഞ്ഞൊരു പേപ്പർ കണ്ടാ മേശപ്പുറത്ത് വെച്ചപ്പോ ഞാൻ അത് ബ്ലഡ് അല്ലേ എന്ന് എടുത്ത് ദൂരോട്ട് കളഞ്ഞത്. വേസ്റ്റ് കൊണ്ട് കളഞ്ഞ? ആ വേസ്റ്റ് കൊണ്ടേ കൊണ്ട് കളഞ്ഞത്. അപ്പൊ വേസ്റ്റ്, സാധാരണ വേസ്റ്റ് കൊണ്ട് കളയുന്നത് എവിടെയാണ്? ആ വേസ്റ്റ് എനിക്ക് തോന്നുന്നു അവരെല്ലാം അവിടെ തൂത്തുവാരി താഴത്തെ ബസ് സ്റ്റോപ്പില്ലേ, അതിന്റെ ആ മരത്തിനുള്ളൊരു വേസ്റ്റ് കോട്ട ഉണ്ട്, അവിടെ ആണോ? വേസ്റ്റ് അവിടെ തന്നെ? ശരി വെച്ചോ. ബാങ്ക് മാനേജരോ? ഇത് എന്റെ ഏരിയ ഒന്നും കണ്ടാൻ പറ്റില്ലൂടാ. ഇതിനകത്ത് പലതും കിട്ടും, അതെനിക്കുള്ളതാ. നമുക്ക് ഒരുമിച്ച് ഷൂ, പാന്റ്, ടൈ, ഷർട്ട്, പുതിയ മോഡൽ പിച്ചക്കാരനാ. പുതിയ തെണ്ടികൾ ഇവിടെ എടുക്കുന്നില്ല. പൊക്കോ. എടാ, ഞാൻ ബാങ്ക് മാനേജറാടാ. ഞാനിവിടെ ആദ്യമായിട്ട് വന്നപ്പോഴേ മേയറാന്നാ പറഞ്ഞ. അടവൊക്കെ മനസ്സിലിരിക്കട്ടെ. പൊക്കോ. ഞാൻ പറഞ്ഞ നിനക്ക് ആവശ്യം നീ എടുത്തോ, എനിക്ക് ആവശ്യം ഞാൻ എടുക്കാം. ഒന്നും നീ തൊടണ്ട. സാറിനാ സാറേ കുപ്പക്കോട്ട് സാറെന്ന് വിളിച്ചു. ഓണോ തെണ്ടി എവിടും തന്നെ ഒന്നുമല്ല സാറെന്ന് വിളിച്ചത്. പിന്നെ ഞാൻ ഈ നിൽക്കുന്നത് ഇത് ഞങ്ങളുടെ സാറാ. ഇത് ഈ തെണ്ടിയിലൊക്കെ ആരെങ്കിലും സാറെന്ന് വിളിക്കുവോ? സാറേ, ഇടോ ഞങ്ങളുടെ ബാങ്കിലെ മാനേജരാ. പുള്ളിയെ ഞങ്ങൾ തെണ്ടിന്ന് വിളിക്കും. ഞങ്ങൾ ലോൺ കിട്ടുന്നില്ല പറഞ്ഞുണ്ട്. അല്ലാതെ കാണുന്ന കൈ കണ്ണ് കാണുന്നവരല്ല പിന്നെ ഞങ്ങളെ സാറെ തെണ്ടിന്ന് വിളിക്കാൻ ഞാൻ സമ്മതിക്കുന്നില്ല. സാറ് സാറേ ഇവിടെ ഞാൻ കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നു. സാറേ, എനിക്ക് പിന്നെ മുഖം കണ്ടിട്ട് അല്ല, ഞങ്ങൾ സാറിനെ കയറി തെണ്ടിന്ന് പറഞ്ഞു ഇവരെല്ലാം സാരമില്ലെന്നേ പോട്ടെ. അദ്ദേഹത്തിന് അറിയില്ലല്ലോ ഇപ്പൊ ഞാൻ ആരാണെന്നോ എന്താണെന്നോ എന്റെ പ്രൊഫഷൻ എന്താണെന്നോ അദ്ദേഹത്തിന് അറിയില്ല. അവൻ തെണ്ടിന്ന് വിളിച്ച മോശമല്ലേ? അപ്പൊ വിളിച്ചോട്ടെ, നിങ്ങളും വിളിക്കുമല്ലോ മാറി നിന്നിട്ട്. അപ്പൊ മോനെ ഒരു കാര്യം ചെയ്യുക,
പോയി എന്താണെന്ന് വെച്ചാൽ മേടിച്ച് കഴിച്ചു കേട്ടോ. കണ്ടോ ഇതുപോലുള്ള നല്ല മനുഷ്യനെ കണ്ടിട്ടുണ്ടോ നീ? ഇല്ല. ഇതുപോലെ ആരെങ്കിലും പൈസ കിട്ടിയിട്ടുണ്ടോ? എവിടെ നിന്ന് തന്നിട്ടുണ്ടോ? ചില തണ്ടികൾ തരികയില്ല, ചില തണ്ടികൾ തരും സാറേ. ഇതിന് സാർ ഈ കുപ്പുകുട്ടിക്കത്ത് കിടക്കുന്നത്? ഇല്ല, ഞാൻ ഇതൊക്കെ പല അലങ്കോലമായി കോർപ്പറേഷൻ അറിയിക്കുന്ന കാര്യങ്ങള്. കാരണം ഇതൊന്നും ചിട്ടവട്ടത്തിലൂടെ ചെയ്തിരിക്കുന്നില്ല എന്ന് പറയണം, എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. സാർ ബാങ്കിലേക്ക് ഇങ്ങോട്ട് വന്നേ, ഞാൻ ചോദിക്കട്ടെ. അല്ല നീ പൊയ്ക്കോ, നീ എന്തിനാ വന്നേ? ഞാൻ ഈ ബാങ്കിൽ ഒരു ലോണിന്റെ കാര്യത്തിന് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ സാറിനോട് സാർ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ, നമുക്ക് കാര്യങ്ങൾ പറയാനേ. ഇവിടെ ഇരുന്ന് സംസാരിക്കും. നമുക്ക് കാറ്റുള്ളാലോ, ഇവിടെ കാറ്റുള്ളാലോ നമുക്ക്. നല്ല കാറ്റല്ല, കാറ്റിന്റെ ആ സുഗന്ധം തന്നെ നല്ല രസമുണ്ടല്ലോ. സാറേ ഇങ്ങോട്ട് ഇതൊക്കെ കൊച്ചു പിള്ളേരെ സ്വഭാവം കാണിക്കുന്നു. സാർ എന്താണെന്നറിയാം, അപ്പൊ ഞാൻ അപ്പുറത്തൊരു അക്ഷയ സെന്റർ ഇവിടെ നോക്ക്, അക്ഷയ സെന്റർ വരെ ഒന്ന് പോകാൻ വേണ്ടി നിൽക്കായിരുന്നു. നീ പോടെ, നീ അക്ഷയ സെന്ററിൽ എവിടെയെങ്കിലും കയറി പോ. നീ പോ. ഞാൻ പോയപ്പോ എടുക്കാൻ സ്ത്രീ ഇവരിപ്പോ വേസ്റ്റ് എടുത്തിട്ട് പോയ എന്റെ ലിറ്റർ അതിനകത്തായിപ്പോ. എന്തെങ്കിലും പറഞ്ഞ് എടുക്കണമല്ലോ ഈശ്വര. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ദൈവമേ, ഇത് തന്നെ ആയാ മതിയായിരുന്നു. എന്താ ഇവിടെ? അല്ല സാറിന്റെ എവിടെ? ഞാൻ ഈ കണ്ടില്ലേ ഈ മാലിന്യങ്ങൾ ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഒന്ന് നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കാലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ വാരി എടുക്കുകയായിരുന്നു. എന്നെ സഹായിക്കാനോ? അതെ, ഇതൊരു സഹായമാണല്ലോ. അല്ല, ഞാൻ ഉറപ്പിച്ചു ഇത് തന്നെയാ എന്റെ കൊട്ടയിലെ മാണിക്യം. തുറന്നു പറയാം, അല്ലെങ്കിൽ കാര്യം നടക്കൂല. തുറന്നു പറയാം, അവരെ കിട്ടിയാ തിരിച്ചു തരാൻ പറയാം. അതെ, സാറ് പറയൂ. എനിക്ക് പറയണം. അല്ല, ലേഡീസ് ഫസ്റ്റ് പറഞ്ഞോളൂ. അല്ല സാറ് പറയൂ. അല്ല വേറൊന്നുമല്ല, ഞാനീ പറയുന്നത് തെറ്റായിട്ട് എടുക്കരുത്. ഇല്ല സാർ പറയൂ. ഇതെന്റെ ഒരു ഏറ്റവും വലിയൊരു കാര്യമാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്ന കാര്യമാണ്. അത് കിട്ടിയെങ്കിൽ തരുമോ? അത് കിട്ടിയെങ്കിൽ തരുമോ? അത് കിട്ടിയെങ്കിൽ. എടാ കാലമാടാ, പലരും പറഞ്ഞു നിങ്ങൾക്ക് പല പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ടെന്ന്. അപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചില്ല. രാവിലെ ഒരു കൈനോട്ടക്കാരൻ എന്നോട് പറഞ്ഞായിരുന്നു എനിക്ക് ഭാഗ്യം വരുമെന്ന്. പക്ഷേ ഇത്രയും നല്ല മാണിക്കാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല, എന്റെ മാണിക്കത്തിന് വഴക്ക് പറയാൻ നീ ആര്? ആണുങ്ങളെ വളയ്ക്കാൻ കെട്ടിയൊരുങ്ങി നടന്നോളൂല്ലോ. അയ്യടാ, ആണുങ്ങളെ വളയ്ക്കാൻ വേണ്ടിട്ട് ഞാനല്ലടി കെട്ടിയൊരുങ്ങി നടന്നത്. ഇങ്ങനെ എന്നെ വളയ്ക്കാൻ വേണ്ടിട്ട് ഒരു കൊത്ത് തോന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ബാക്കിൽ നടക്കുന്നത്. കണ്ടോ? കണ്ടോ? അയ്യോ, എന്റെ ബി നെഗറ്റീവ് ചോര. ഇത് ഞാൻ ഇയാൾക്ക് എഴുതാം. ഇവൾക്ക് കത്ത് കൊടുക്കാൻ നിനക്ക് നേരം. ഞാൻ പറഞ്ഞത് കേക്ക്. മോളെ, നീ തന്ന കത്ത് തന്നെയാണിത്. ഇത് നോക്ക്, നിന്റെ ഹൃദയത്തിൽ നിന്ന്, നീന്റെ ഉള്ളിൽ നിന്ന് നീ എഴുതിയ വാക്കുകൾ ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അറിയാതെ അതിങ്ങനെ കുപ്പത്തൊട്ടിലേക്ക് പോയതാണ്. ഇതിനുള്ള മറുപടി എന്നാ പറഞ്ഞേ? തീർന്നു, പ്രശ്നം തീർന്നല്ലോ. എന്ന് വായിച്ചേ. എന്റെ പ്രണയമേ, എന്റെ പ്രണയമേ, നിനക്കായി വേഴാമ്പലിനെ പോലെ ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എന്തോ നന്നായിരിക്കുന്നു. ബ്ലഡ് കൊണ്ട് എഴുതിയതാ? ബ്ലഡ് കൊണ്ട് നന്നായിട്ട് മെലിഞ്ഞിരിക്കണ കൊച്ച്. ഹലോ, എക്സ്ക്യൂസ് മീ. അതെ, എങ്ങനെ വണ്ണം കുറച്ച ട്രിക്ക് ഒന്ന് പറഞ്ഞുതരാവോ? ഒരാളെ ആത്മാർത്ഥമായി പ്രണയിച്ചാൽ മതി, ഉയരെരിഞ്ഞ് വണ്ണം കുറഞ്ഞോളൂ. അങ്ങനെ കൊണ്ടായിരുന്നാ? നീ ആരെ പ്രേമിക്കും? എക്സ്ക്യൂസ് മീ, കുറച്ച് ദിവസം നമുക്ക് തമ്മിൽ പ്രേമിച്ചാലോ? എന്തിന്? എന്റെ വണ്ണം കുറയ്ക്കാനാ.